Hi everyone, Assalamu alaikum. Welcome to Fathimas kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കേര മീൻകറി മുളകിട്ടതാണ്. എന്നും വെക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മൺചട്ടിയിൽ ഒരു 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 3 സവാള ഞാൻ പേസ്റ്റ് ആക്കി വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുവിധം ഒരു ബ്രൗൺ കളറ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സാക്കി 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റണം. ഇനി നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് കാശ്മീരി ചില്ലി. അതായിരിക്കും മീൻകറിക്കൊക്കെ നന്നായിരിക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമെല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. അതിലേക്ക് മുരിഞ്ഞെല്ലാം വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 3 തക്കാളി പേസ്റ്റ് ആക്കി വെച്ചതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലൊരു റെഡ് കളറിൽ മുരിഞ്ഞു വരണം. അപ്പോഴേക്കും തക്കാളിയും വേവും മുളകും എല്ലാ പച്ചമണവും പോയി കറക്റ്റായിട്ട് കിട്ടും. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഒരു 5 കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ചാറ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർക്കാം. നല്ല കട്ടിയുള്ള കുറുക്ക് പോലെ വരുന്ന ചാറാണ്, നല്ല കട്ടി ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ആവശ്യാനുസരണം വെള്ളം കൊടുക്കാം. എങ്കിലും ഞാൻ 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കണം. ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കിലോ കേരയാണ് ഞാൻ വാങ്ങി വാഷ് ചെയ്ത് പീസാക്കി വെച്ചിരുന്നതാണ്. അതൊന്ന് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം നമ്മുടെ മീൻകറി നല്ലതുപോലെ തിളച്ച് മീനിൽ അതിൻ്റെ എരിവും പുളിയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടുന്നത് ഒരു മീൻ മുളകിട്ടതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, അതാണ് ഈ മീൻകറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കൂടി തിളച്ചൊന്ന് വറ്റി വരണം. നമ്മുടെ മീൻകറി തിളച്ചെല്ലാം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും ഉലുവയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ, ഒരു 3 ടീസ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ വരുന്നത് വരേക്കും നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് റെഡിയായിരിക്കുന്ന മീൻ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണയിലും വ്യത്യസ്തമായ കേര മീൻ കറി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.